welcome to my YouTube channel. It's me Aparna, Rifle Club. ആ ഒരു പടത്തിന്റെ പേര് പോലെ തന്നെ വെടിവെച്ചുകൾ മാത്രമേ ആ തിയേറ്ററിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടി പ്രതീക്ഷിച്ച് പോകരുത്. ഫുൾ ബുള്ളറ്റ് കൊണ്ടുള്ള ആക്ഷൻസ് ആണ്. അത് ആ പടം ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ട് പോയി കണ്ട പടമല്ല. ആ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിന്റെ പല സീൻസ് കാണുന്ന സമയത്തും എണീച്ചിരുന്ന് കൈയടിക്കുന്ന ഓഡിയൻസിനെ കണ്ടത്. പൊളി പടമാണ്. 2024 ഡിസംബറിൽ നമുക്കിനി ഈ 2024 അവസാനിക്കുകയാണ്. നമുക്ക് ഒരു നല്ല പൊളി ക്ലൈമാക്സ് ആണ് തന്നിരിക്കുന്നത് 2024. ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് 1991 കഥ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ആർട്ട് വർക്ക്, അത് പല വെഹിക്കിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് എൻ്റെ ബിൽഡിംഗ് ആയിക്കോട്ടെ, റൈഫിൾസ് ആയിക്കോട്ടെ, തീരെ നമ്മളുടെ ടൈം തീരെ വേസ്റ്റ് ചെയ്യുന്നില്ല. 1 മണിക്കൂർ 55 മിനിറ്റ് എങ്ങനെ ആ പടമുള്ളൂ. ആ 1 മണിക്കൂർ 55 മിനിറ്റ് നമ്മൾ ഭയങ്കര ഒന്ന് എൻ്റർടൈൻഡ് ആയിരിക്കും. തീരെ ഒരു ബോറടി ഇല്ലാതെ നമുക്ക് ആ പടം കാണാൻ വേണ്ടി പറ്റും. 3 ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് ഡയറക്ഷൻ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി, ഇത് 3 ചെയ്തിരിക്കുന്നത് ആഷിഖ് കപൂറാണ്. അതിൻ്റെ സിനിമോട്ടോഗ്രാഫിക്ക് നമ്മൾ ആ ഒരു പടം ആ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അതിൻ്റെ ആ ഒരു ആർട്ട് വർക്കും സിനിമോട്ടോഗ്രാഫിയും ഒക്കെ, പിന്നെ കോസ്റ്റ്യൂം എല്ലാം കാരണമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ റെക്സ് വിജയനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് BGM, യെസ്, നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് BGM നമ്മളെ തിയേറ്ററിൽ ഇങ്ങനെ ഇരുത്തും. പിന്നെ എനിക്കൊരു നോട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് പേര് ഇത് കാണിച്ചതിന് ശേഷം സിനിമ കുറച്ചും കൂടി ഉണ്ട്. അത് മിസ്സാക്കരുത്. തിയേറ്ററിൽ നിന്ന് കുറേ ആൾക്കാർ പേരെഴുതി കാണിക്കുന്ന സമയത്ത് എണീറ്റ് പോകുന്നുണ്ട്. പക്ഷേ അവസാനം ചെറിയൊരു സീക്വൻസ് കൂടി നിങ്ങൾക്ക് കാണാനുണ്ട്. അത് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ തിയേറ്ററിൽ നിന്ന് എണീക്കാവൂ കേട്ടോ. അതിൽ പല എൻട്രി സീൻസും മക്കളെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത് അങ്ങനെയാണ്. അപ്പം അതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ്റെ റോള് സൂപ്പറാണ്. വാണി വിശ്വനാഥ് അതും പൊളി. പിന്നെ നമ്മളെ പണ്ടത്തെ നടൻ, ഇതുവരെ പ്രായമാവാത്ത വിനീത് കുമാർ, ആൾക്ക് റോള് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണൻ, പിന്നെ ദർശന, ഉണ്ണിമായ, പിന്നെ സുരഭി ലക്ഷ്മി. അതിൽ കൂടുതൽ ആഷിഖ് കപൂറിന്റെ വർക്ക് പക്കായി ചെയ്തിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് BGM ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് BGM മ്യൂസിക് ചെയ്തിരിക്കുന്നത് റെക്സ് വിജയൻ, ആളുടെ മ്യൂസിക്. ആ ഒരു തിയേറ്ററിൽ നമ്മളെ ആ ഒരു പടത്തിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആർട്ട് വർക്കും മ്യൂസിക്കും കാസ്റ്റിങ്ങും കോസ്റ്റ്യൂമും ആ 1991 നമ്മൾ കൊണ്ടുപോകാൻ സിനിമ അങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ചാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി.